ഓം നമോ ഭഗവതേ സംഗമേശായ. നമസ്തേ. വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലുള്ള പ്രസിദ്ധമായ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കാറുള്ള ശ്രീരാമ പട്ടാഭിഷേകം കഥകളി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഭാരതത്തിലെ തന്നെ അപൂർവമായ സംഘമൂർത്തി ഭരതൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത്. കൂടൽമാണിക്യത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങിനെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൂടൽമാണിക്യം ഉത്സവത്തിലെ വലിയ വിളക്കു ദിവസമാണ് ഈ കഥകളി നടക്കുന്നത്. രാമായണത്തിലെ കഥാസന്ദർഭങ്ങൾ കോർത്തിണക്കി അവതരിപ്പിക്കുന്ന ആട്ടക്കഥകളിൽ ഏറ്റവും മംഗളകരമായ ഒന്നാണ് ശ്രീരാമ പട്ടാഭിഷേകം. ഐതിഹ്യവും പ്രാധാന്യവും എന്തെന്ന് നമുക്ക് നോക്കാം. 14 വർഷം വനവാസത്തിന് പോയ ശ്രീരാമൻ്റെ പാദുകം വെച്ച് ഭരതൻ പൂജിക്കുന്ന ഭാവത്തിലാണ് ഇവിടത്തെ പ്രതിഷ്ഠാ സങ്കല്പം. ശ്രീരാമ പട്ടാഭിഷേക സമയത്ത് ഭരതസ്വാമി ഇവിടെയുണ്ടാകുമെന്നാണ് ഇവിടത്തെ ഭക്തജന വിശ്വാസം. അതിനാൽ തന്നെ വനവാസത്തിന് ശേഷം ശ്രീരാമൻ മടങ്ങിയെത്തുന്നതും അയോധ്യയുടെ രാജാവായി വാഴിക്കപ്പെടുന്നതുമായ കഥാഭാഗം ക്ഷേത്ര സന്നിധിയിൽ അവതരിപ്പിക്കുന്നത് അതീവ പുണ്യമായി ഭക്തർ കരുതുന്നു. അവതരണം, വേഷങ്ങൾ. ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത, ഹനുമാൻ, ഭരതൻ, ശത്രുഘ്നൻ തുടങ്ങിയ പ്രമുഖ വേഷങ്ങളെല്ലാം ഈ കഥകളിയിലുണ്ടാകും. ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീരാമ പട്ടാഭിഷേകം കഥകളിക്ക് കഴിഞ്ഞ 46 വർഷമായി കലാനിലയം രാഘവനാശാനാണ് ഭരതനായി വേഷമിടുന്നത്. ഈ കഥകളിയിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തം എന്നത് രാമനും ഭരതനും തമ്മിലുള്ള സമാഗമവും തുടർന്ന് നടക്കുന്ന പട്ടാഭിഷേക ചടങ്ങുകളുമാണ്. ഈ ആട്ടക്കഥയിലെ ഏറ്റവും വൈകാരികവും മനോഹരവുമായ രംഗങ്ങൾ. വഴിപാട് എന്ന നിലയിൽ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായി കൂടിയാണ് പലപ്പോഴും ഈ കഥകളി നടത്തപ്പെടുന്നത്. നാടിൻ്റെ ഐശ്വര്യത്തിനും കുടുംബങ്ങളുടെ അഭിവൃദ്ധിക്കും പട്ടാഭിഷേകം കഥകളി കാണുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ കലയും ഭക്തിയും ഒത്തുചേർന്ന കൂടൽമാണിക്യ ഉത്സവത്തിലെ ഉജ്ജ്വലമായ ഒരു ചടങ്ങാണ് ശ്രീരാമ പട്ടാഭിഷേകം കഥകളി. ഇരിഞ്ഞാലക്കുടയിലൂടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായി ഇത് ഇന്നും നിലകൊള്ളുന്നു. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള ശ്രീരാമ പട്ടാഭിഷേകം കഥകളിയെക്കുറിച്ച് ഉള്ള ചെറിയ അറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.